ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ലെവൽസ് നമുക്ക് നോക്കാം. സമയം 10 മണിയായി. ഞാൻ കുറച്ച് വൈകി പോയി ഓഫീസിലെത്താൻ. ഡൗൺ സൈഡ് ലിക്വിഡിറ്റി 23,263. അതിൻ്റെ താഴെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. നിഫ്റ്റിയിൽ നമുക്കൊരു അപ്സൈഡ് ട്രേഡ് നോക്കാം. ഈ ഒരു ഏരിയയിൽ നിന്ന് അപ്സൈഡ് ലിക്വിഡിറ്റി 23,616 ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഒരുപാട് താഴെയാണ് ഇനിയുള്ളത്. അപ്പം അപ്സൈഡ് ലിക്വിഡിറ്റി 49,359. അപ്പോൾ അത് ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ താഴേക്കായിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം നിഫ്റ്റി ഓൾറെഡി നമ്മളെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി അതൊരു ലോ, ഒരു ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഒക്കെ ഒരു ക്യാൻഡിൽ ലോൻ്റെ താഴെ ആയതുകൊണ്ടാണ് അവിടെ മാർക്ക് ചെയ്തത്. പ്രോപ്പർ ഐഡിയസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. അവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാനൊന്ന് ഓഫീസിലെത്താൻ വൈകി. ആ ഒരു അഗ്രസീവ് എൻട്രി ഒക്കെ വന്നിരുന്നു. അവിടെ അഗ്രസീവ് എൻട്രി വന്നു, ഒരു പൊട്ടിക്ക് താഴെ ഇറങ്ങിയിട്ടാണ് പോയത്. അത് എൻട്രി എടുത്തിരുന്നെങ്കിൽ ചിലപ്പം എസ് അടിക്കുമോ എന്നറിയില്ല. പിന്നെ മേ ബി ചിലപ്പോൾ ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ ഓഫീസിൽ. ഒരു എന്താ പറയുക 9 സംതിങ്ങിന് എൻട്രി വന്നിട്ടുണ്ടായിരുന്നു അപ്സൈഡിലേക്കുള്ള ഒരു കോൾ ഓപ്ഷൻ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ പ്രൈസ് ആക്ഷൻ എന്താ കിട്ടിയിട്ടൊക്കെ ട്രേഡ് എടുക്കുക. അതായിരിക്കും നന്നാവുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒന്നും ഇല്ല പ്രോപ്പർ. ഇപ്പോൾ വേറെ ലിക്വിഡിറ്റി ഏരിയാസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഏതായാലും ചാൻസ് വരട്ടെ. അപ്സൈഡിലേക്ക് ഒരു എൻട്രി നമുക്ക് കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഓഫീസിലെത്തിയിട്ടുള്ളൂ. ഈ ഒരു ഏരിയയിൽ നിന്നുണ്ടായിരുന്നു. ഏതായാലും നോക്കാം, ചാൻസ് ഇനി വരട്ടെ. മാർക്കറ്റ് ബെയറിഷ് ആയതുകൊണ്ട് ഇനി മുകളിലേക്ക് പോകുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. ഏതായാലും ഞാൻ വെയിറ്റ് ചെയ്യാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:46 നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് എൻട്രി എടുക്കാം. പ്രീമിയം 716 വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും അതിൻ്റെ താഴേക്കായിരിക്കും വരിക. നമുക്ക് 700 സംതിങ്ങിൽ എൻട്രി എടുക്കാം. നമ്മൾ നേരത്തെ നിഫ്റ്റിയിൽ നോക്കിയൊരു അപ്സൈഡ് എൻട്രി ഉണ്ടല്ലോ, ആ ഒരു എൻട്രി നിഫ്റ്റിയിൽ നല്ല മുകളിലേക്ക് പോയിട്ടുണ്ട്. 130 പോയിൻ്റൊക്കെ മുകളിലേക്ക് പോയിട്ടുണ്ട് സ്പോട്ട് പ്രൈസിൽ. പക്ഷേ പ്രീമിയം നമുക്ക് എൻട്രി ഓഫീസിൽ ലേറ്റായി എത്തി. പക്ഷേ എൻട്രി നോക്കുകയാണെങ്കിൽ ജസ്റ്റ് SLൻ്റെ ഏരിയ എന്നാണ് പോയത്. മേ ബി നമുക്ക് കിട്ടിയ പ്രീമിയത്തിനനുസരിച്ച് ഉണ്ടാവും. SL അടിക്കുമോ ഇല്ലെന്ന് അറിയില്ല. ബാങ്ക് നിഫ്റ്റിയിൽ ഏതായാലും ഒരു ഡൗൺ സൈഡ് എൻട്രി ഞാൻ എടുക്കുന്നുണ്ട്. പ്രീമിയം ഓൾമോസ്റ്റ് 712 ഉണ്ട്. നമുക്ക് എൻട്രി എടുക്കാം. 712.10 ആ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 713 നമുക്ക് കിട്ടിയത്. കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം. 10:47 സമയം. ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയക്ക് അനുസരിച്ചാട്ടോ ട്രേഡ് ഇത്. അതായത് ഇന്ന് മാർക്ക് പ്രീമിയം മുകളിലേക്ക് തന്നെയാണല്ലോ പോകുന്നത്. നമുക്ക് താഴേക്കാണ് പ്ലാൻ ചെയ്ത്. പ്രീമിയം വീണ്ടും 700, 705 എത്തിയെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ 20 പോയിൻറ്റ്സാണ് നമ്മുടെ SL. 704 എത്തിയിട്ടുണ്ട്, 703 എത്തിയിട്ടുണ്ട് പ്രീമിയം. 10:47 അല്ലേ. നമുക്ക് SL അടിക്കുകയാണെങ്കിൽ 2200, 300 റേഞ്ചിലായിരിക്കും നമുക്ക് ലോസ് വരിക. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, SL അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ അടുത്തൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എടുക്കുക. അവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇനിയല്ല മാർക്കറ്റ് താഴേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യാം. ഏതായാലും എല്ലാം സെറ്റാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി, അപ്പ് സൈഡിൽ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പം ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്തതാണ്. നമുക്ക് ഇതിൻ്റെ ടാർഗറ്റ് ഇന്നത്തെ ഡേ ലോ വെക്കാം, അല്ലെങ്കിൽ ഡൗൺ സൈഡിലുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ ടാർഗറ്റ് വെക്കാം. അതല്ല മാർക്കറ്റ് ടാർഗറ്റിലേക്ക് വരികയാണെങ്കിൽ ഒരു ലോൻ്റെ താഴെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം 1:5 റേഞ്ചിലൊക്കെ എത്തുകയാണെങ്കിൽ. എന്നിട്ട് വീണ്ടും ഇന്ന് ഏതെങ്കിലും പുതിയ പ്രൈസ് ആക്ഷൻ അതായത് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ മീൻസ് വീണ്ടും എഗെയിൻ റീ എൻട്രി ചെയ്യാം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം. നോക്കാം, മാർക്കറ്റിലെ ബിഹേവിയർ അനുസരിച്ച് നോക്കാം. നമുക്ക് ഏതായാലും പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ടല്ലേ. നമുക്ക് 713 എൻട്രി വന്നു, 718 ചെറിയ പ്രോഫിറ്റ് ഉള്ളൂ. നമുക്ക് ഞാൻ ഏതായാലും ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, സമയം 10:59 ആയിട്ടുണ്ട്. നമ്മളൊരു 9,000 സംതിങ്, അതായത് 1:5 റേഞ്ചിലൊക്കെ ടാർഗറ്റ് വന്ന് പ്രോഫിറ്റ് വന്നതാണല്ലോ. ഞാൻ പറഞ്ഞ ഒരു റെഡ് ലൈനിൽ മാർക്ക് ചെയ്തൊരു ഏരിയ ഉണ്ടോ, അതൊരു ലോ ആണ്. ഇനി അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും ഇന്ന് ഒരു പുതിയ പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ വീണ്ടും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും എൻട്രി ചെയ്യാം. അതായിരിക്കും നന്നാവുക. ഏതായാലും എക്സിറ്റ് ചെയ്യാം. 1:5 റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റോപ്പ് മീൻസ് ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ട് വീണ്ടും ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ എടുക്കുക. കാരണം ഇപ്പോൾ പുതിയൊരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്സൈഡ് ഗെയിൻ. അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ എടുക്കാം. 10,000 റേഞ്ചിലൊക്കെ വന്നാൽ നമുക്ക് ബുക്ക് ചെയ്യാം. അതായിരിക്കും നന്നാവും. എന്നിട്ട് വീണ്ടും റീ എൻട്രി അടിക്കാം. ഞാൻ ഏതായാലും ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് വെച്ചാൽ നമ്മളെ ലോ ടാപ്പ് ചെയ്തപ്പോൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഗെയിൻ താഴേക്ക് തന്നെ നോക്കാം, താഴേക്ക് തന്നെ ഓപ്പർച്യൂണിറ്റി നോക്കാം. അതാണ് നന്നാവുക. എന്നാൽ കുറച്ചും കൂടിയും ഇപ്പോൾ എൻട്രി എടുത്ത സമയം 10:47, എക്സിറ്റ് ചെയ്ത് 10:59. 713-നും 800-നാണ്. അത് 100 പോയിൻ്റ് കിട്ടിയിട്ടില്ല. ഒരു എന്താ പറയുക 90 പോയിൻറ്റ്സിൻ്റെ അടുത്താണ് കിട്ടിയതുള്ളൂ. 87 പോയിൻറ്റ്സ് റേഞ്ചിലാണ് കിട്ടിയത്. ഇനി ഞാൻ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ അപ്സൈഡാണ് ലിക്വിഡിറ്റി ഏരിയ. അത് അപ്സൈഡ് ടാപ്പ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക്
താഴേക്ക് നോക്കാം. ഈ ഒരു ഏരിയ മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എഗെയിൻ നമുക്കൊരു ഡൗൺ സൈഡിലേക്കുള്ള എൻട്രി നോക്കാം. കാരണം എപ്പോഴും മാർക്കറ്റ് സിംഗിളോ ടാപ്പ് ചെയ്ത് താഴേക്ക് പലപ്പോഴും നമുക്കിപ്പോൾ അടുത്ത മാർക്കറ്റിൽ കണ്ടൊരു ലെവൽ ഇതാണ്. മാർക്കറ്റ് ഒരു സിംഗിളോ ടാപ്പ് ചെയ്തിട്ട് എഗെയിൻ ആളുകളുടെ ലിക്വിഡിറ്റി എടുക്കാൻ കുറച്ചും കൂടി മുകളിൽ പോയിട്ട് താഴേക്ക് വരിക അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇൻ കേസ് ഈ ഒരു ട്രേഡിൽ SL അടിക്കേണ്ട, ഓൾറെഡി ഇത്ര പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങാൻ കാരണം. ഇനി നമുക്ക് അവസരം വരുമ്പോൾ വീണ്ടും എൻട്രി എടുക്കുക, അതായിരിക്കും നന്നാവുക. ഏതായാലും ഞാൻ ചാൻസ് വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:18 നമ്മൾ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സാക്ട്ലി ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമുക്കൊരു ഡൗൺ സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി നോക്കാം. നമ്മൾ ആ ഒരു നേരത്തെ ട്രേഡ് എക്സിറ്റ് ചെയ്ത് നന്നായി, കാരണം നമ്മൾ എൻട്രി എടുത്ത പ്രൈസിൽ തന്നെ എത്തിയിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് എൻട്രി എടുത്തതിനേക്കാളും താഴെ എത്തിയിട്ടുണ്ട്. 713 എനിക്ക് കിട്ടിയത്. 694 വരെ കണ്ട് പോയിട്ടുണ്ട്. നിയർലി നമ്മൾ SLൻ്റെ തൊട്ടടുത്താണ്. ചിലപ്പോൾ SL അടിച്ചിട്ടുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അവിടെ എൻട്രി കിട്ടിയതിനനുസരിച്ച് ചില ആളുകൾക്ക് 713 എനിക്ക് കിട്ടി. 710 കിട്ടിയവർക്ക് SL എന്തായാലും അടിച്ചിട്ടുണ്ടാവില്ല. 715 കിട്ടിയവർക്ക് SL അടിച്ചിട്ടുണ്ടാവും. കാരണം ഇന്നത്തെ ഡേലോ അല്ലെങ്കിൽ സിംഗിലോ ഒക്കെ ടാർഗറ്റ് വെക്കുക, ഒരു ഡേലോ ഒക്കെ ടാർഗറ്റ് വെക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ ഡിപ്പെൻസ് അതിനനുസരിച്ചാണ്. ഏതായാലും നമുക്കൊരു എൻട്രി 1 മിനിറ്റിലൊരു എൻട്രി തരട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ചാൻസ് കിട്ടുകയാണെങ്കിൽ. സമയം 11:39 നമ്മളെ പ്രീമിയം വീണ്ടും 823 700 റേഞ്ചിൽ നിന്ന് 100 പോയിൻറ്റ് വീണ്ടും പോയി. പക്ഷേ എൻട്രി എനിക്ക് തന്നിട്ടില്ല. നമ്മൾ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ, പക്ഷേ എൻട്രി തരാതെയാണ് മാർക്കറ്റ് താഴെ വന്നത്. 1 മിനിറ്റിലൊരു എൻട്രി തന്നിട്ടില്ല, എന്നാൽ അഗ്രസീവ് എൻട്രിയും തന്നിട്ടില്ല. സ്ട്രൈറ്റ് ആയി താഴെ വന്നതാണ്. പ്രീമിയം 100 പോയിൻ്റ് അധികം അഗെയിൻ വീണ്ടും പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എൻട്രി തരാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഏതായാലും ഇനി ചാൻസ് വരികയാണെങ്കിൽ ഞാൻ നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. വേറെ ഏതെങ്കിലും ചാൻസ് വരട്ടെ. സമയം 12:36 നമുക്കൊരു ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് നിഫ്റ്റിയിൽ 23,196. അതൊരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയാണ്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പ് സൈഡിലേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റിയൊരു ഏരിയയാണ്. ബാങ്ക് നിഫ്റ്റി നല്ല താഴേക്ക് തന്നെ വന്നു കേട്ടോ. നമുക്ക് ഏതായാലും എൻട്രി എടുക്കാം. 23,200 കോൾ ഓപ്ഷനാണ് എടുത്തത്. നമുക്ക് പ്രീമിയം കിട്ടിയത് 153 153 കിട്ടി. സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്സ് ആണ് നിഫ്റ്റിയിൽ ഞാൻ ചെയ്യാം. അത് 6 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2000 സംതിങ് ആയിരിക്കും ലോസ് വരികയാണെങ്കിൽ. ടാർഗറ്റ് ഒരു നെക്സ്റ്റ് സിംഗ് ഹൈൻ്റെ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ ടാർഗറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലേക്കും ട്രേഡ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് അവിടെ നിഫ്റ്റിയിൽ. ഇതിൽ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡിലേക്ക് കൂടി ട്രേഡ് നോക്കാം. ഇനി ഇൻ കേസ് SL അടിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് എടുക്കാം. ഏതായാലും നോക്കാം. രണ്ട് രീതിയിലുണ്ട്. ഇതിലും ഒരു താഴേക്ക് ഡയറക്റ്റ് വരികയാണെങ്കിൽ നമുക്ക് SL അടിച്ചിട്ട് നിർത്തേണ്ടി വരും. ഇനി ഇൻ കേസ് ഈ നേരത്തെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിയ പോലെ ആണെങ്കിൽ ഇതിൽ ചെയ്യാം. ഇതിലും ഒരു സിംഗ് ഹൈ അഥവാ മാർക്കറ്റ് ആദ്യം സിംഗ് ഹൈ ആണ് എടുക്കുന്നതെങ്കിൽ, അപ്പ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നുകിൽ അവിടെ എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും റീ എൻട്രി ചെയ്യാം, അതായിരിക്കും നന്നാവുക. അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്. നേരത്തെ എനിക്ക് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ആ ഒരു ട്രേഡിൽ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ SL എന്തായാലും അടിച്ചു പോകുമായിരുന്നു കോസ്റ്റ് പ്രൈസിൽ. കാരണം കിട്ടിയ 9,000 സംതിങ് പ്രോഫിറ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യണത്. ഇതിൽ ഞാൻ ഒരു സിംഗ് ഹൈ ടാപ്പ് ചെയ്യണം. ആദ്യം അപ്പ് സൈഡിലേക്കാണ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ SL അടിച്ചാൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി SL അടിക്കാതെ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് ഒരു സിംഗ് ഹൈ ആണ് ആദ്യം ടാപ്പ് ചെയ്യുന്നതെങ്കിൽ പുതിയൊരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയൊക്കെ ആയി ക്രിയേറ്റ് ആവും. അപ്പോൾ അത് ടാപ്പ് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാം, അതാണ് നന്നാവുക. ആ സമയത്ത് ചിലപ്പോൾ 1:5 ഒന്നും ഏതായാലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം വലിയൊരു ഡിസ്റ്റൻസിലില്ല ഒരു സിംഗ് ഹൈ, തൊട്ടടുത്ത് തന്നെയാണ്. നേരെ SLലേക്ക് വരികയാണെങ്കിൽ നമുക്കൊന്നും നോക്കണ്ട, പിന്നെ അടുത്തൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നോക്കാം. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. സമയം 12:39 നമ്മുടെ ആ ഒരു സിംഗ് ഹൈ ടാപ്പ് ചെയ്തിട്ടുണ്ട്. സിംഗ് ഹൈയിൽ 5,400 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഇവിടെ എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും ബാങ്ക് നിഫ്റ്റി നേരത്തെ ചെയ്ത പോലെ എൻട്രി ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കുക, സ്റ്റോപ്പ് ലോസ്. ഞാൻ ഏതായാലും കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കുക, അതിൽ എക്സിറ്റ് ചെയ്യുന്നില്ല. അഥവാ ഇനി മാർക്കറ്റ് ഡയറക്റ്റ് അപ്പ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഈ എൻട്രി വെറുതെ മിസ്സാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇൻ കേസ് താഴേക്ക് വരികയാണെങ്കിൽ കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും ആ ഒരു ഏരിയയിൽ നിന്ന് റീ എൻട്രി ചെയ്യാം. ഓക്കെ, ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് തന്നെ കോസ്റ്റ് പ്രൈസ് ഹിറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പർച്യൂണിറ്റി വരികയാണ് എടുക്കാം. 12:36 എൻട്രി, 12:47 എക്സിറ്റ്. ആ ഒരു 5,000 കാണിച്ചതാണ് പ്രോഫിറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു സിംഗ് ഹൈ ടാപ്പ് ചെയ്തപ്പോൾ നേരത്തെ ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിച്ച പോലെ ഞാൻ ഇറങ്ങിയതാണ്. ഇനി ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും എടുക്കാം. അപ്പം അതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. നേരത്തെ നമ്മൾ സിംഗ് ഹൈ എടുത്തപ്പോൾ എക്സിറ്റ് ചെയ്തു. ഇവിടെ സിംഗ് ഹൈ എടുത്തപ്പോൾ ഓൾമോസ്റ്റ് 1:5 ഒന്നും എത്തിയില്ല, അതുകൊണ്ടാണ് എക്സിറ്റ് ചെയ്യാതിരുന്നത്. നോക്കാം, നമുക്ക് അവസരം വരട്ടെ. ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം നമുക്ക്.
അഗെയിൻ ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് എത്തിയപ്പോഴാണ് ഞാൻ ബൈ ചെയ്തത്. നമുക്ക് 146 വീണ്ടും എൻട്രി കിട്ടിയത്. 146 എൻട്രി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്സ് ആണ്. എൻ്റെ മൂന്നാമത്തെ ട്രേഡ് അന്നത്തെ. നമുക്ക് ടാർജറ്റ് ഏരിയ പറഞ്ഞ പോലെ വലിയൊരു ഡിസ്റ്റൻസ് ഇല്ല, ഒരു സിംഗ് ഹൈയിലേക്ക് നമുക്ക് കുറച്ച് മുകളിൽ ഒരു ഏരിയ ഉണ്ട്, അവിടെ ഉണ്ട് 63 പോയിൻറ്റ്സ് ഉണ്ട്. മാർക്കറ്റ് 1:5 എബോവ് ഒക്കെ തരേണ്ടതാണ് ടാർജറ്റിലേക്ക് വരികയാണെങ്കിൽ. അതിന് മുമ്പ് SLലേക്കാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് മാർക്കറ്റ് ഡയറക്റ്റ് ഇങ്ങനെ ഡൗൺ സൈഡിലേക്ക് വന്നുകൊണ്ട് കേട്ടോ. അപ്പ് സൈഡിൽ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ എടുത്തതിന് ശേഷം ആ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഇത് വളരെ ഫാസ്റ്റായിട്ടാണ് സ്റ്റോപ്പ് ലോസ് അടിച്ചത്. അപ്പോൾ നമുക്ക് 6,800 ഓവറോൾ പ്രോഫിറ്റ് ഉണ്ട്. ടോട്ടൽ ഇന്ന് 3 ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഓവറോൾ നമുക്ക് ഒരു കോസ്റ്റ് പ്രൈസാണ് വെച്ചത്, അതുകൊണ്ടാണ് ഒരു SL ഒരു ടാർജറ്റ്. അപ്പോൾ ഓവറോൾ 6,800 പ്രോഫിറ്റ്. നമ്മൾ ഓർഡേഴ്സൊക്കെ ഇവിടെ കാണാം കംപ്ലീറ്റ്. ഏതായാലും ഇനി നോക്കട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ചാൻസ് വരികയാണെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ ഇന്ന് ലാസ്റ്റ് ഇനി ട്രേഡ് ഉണ്ടാവില്ല. സമയം 1:33 പിന്നെ ട്രേഡൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ ടോട്ടലി നമ്മൾ എടുത്ത 3 ട്രേഡിൻ്റെ ഓർഡേഴ്സ് കാണാം. ട്രേഡ് വെച്ചാൽ അപ്പ് സൈഡിലേക്ക് ഡൗൺ സൈഡിലേക്കൊക്കെ 1-2 ഓപ്പർച്യൂണിറ്റീസ് പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എടുക്കാതെക്കാനും റീസൺ ഉണ്ട്. നിഫ്റ്റിയിൽ വീണ്ടും ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കൺസിഡർ ചെയ്ത് നമ്മൾ ഫസ്റ്റ് എൻട്രി എടുത്ത പോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബാങ്ക് നിഫ്റ്റിയിൽ ഫസ്റ്റ് എൻട്രി ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി ആയിരുന്നു. അതുപോലെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി ഒക്കെ നോക്കാം. പക്ഷേ എന്താ വെച്ചാൽ ബാങ്ക് നിഫ്റ്റി ഇവിടെ നിൽക്കണുണ്ടോ കറക്റ്റ് എക്സാക്ട്ലി ഡേ ലോൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് നേരമായിട്ട് സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. മീൻസ് മാർക്കറ്റ് ഡേ ലോൻ്റെ ഒരു എന്താ പറയുക, ആ സപ്ലൈസ് ഡിമാൻഡ് സോൺ ആണെന്നൊക്കെ പറഞ്ഞ ആളുകൾ ബൈ ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഒരുപാട് അവിടെ സമയം സ്പെൻഡ് ചെയ്യും. മീൻസ് താഴേക്ക് വരാനാണ് കൂടുതൽ പ്രോബബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അപ്സൈഡിലേക്ക് നമുക്ക് ട്രേഡ് ചെയ്യാൻ അതുകൊണ്ടാണ് അവസരം. ഇനിയിപ്പം അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ഞാൻ പറഞ്ഞു നിഫ്റ്റിയിൽ ആ ടാർജറ്റ് അടിച്ചിരുന്നെങ്കിൽ താഴേക്ക് നോക്കാമായിരുന്നു. അത് പ്രകാരം അപ്സൈഡിലേക്കുള്ള മാർക്കറ്റ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യാതെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ താഴേക്ക് നോക്കാനില്ല, മുകളിലേക്ക് നമുക്കൊരു സ്ട്രെങ്ത് പോലെ എനിക്ക് തോന്നുന്നില്ല. കാരണം മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ കണ്ടിട്ട് ബാങ്ക് നിഫ്റ്റി ആയാലും ഒക്കെ ഒരു ഡേ ലോൻ്റെ തൊട്ടടുത്ത്, മീൻസ് ഇന്നത്തെ ലോൻ്റെ തൊട്ടടുത്ത് സ്പെൻഡ് ചെയ്യുക മീൻസ് മുകളിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ പ്രോബബിലിറ്റി താഴേക്ക് വരാനാണ് എൻ്റെ റിവ്യൂ. അതുകൊണ്ട് ഇപ്പോൾ സമയം 1:40 ആവാനായി. ഇനിയിപ്പോൾ ട്രേഡ് ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് നാളത്തെ ദിവസം നോക്കാം. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം 6,800 പ്രോഫിറ്റ് ഉണ്ട്. 3 ട്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നാളെ അവസരം ഉണ്ടാവും. വെറുതെ ഇനി ഓവർ ട്രേഡ് ചെയ്ത് കളയണ്ട. നാളത്തെ ദിവസം നോക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു. ബൈ.